പ്രിയ കൂട്ടുകാരെ, ഏവർക്കും കൽക്കണ്ണ ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വാഴക്കൊല പഴുത്തു. ഞങ്ങളത് മുറിച്ച് സെപ്പറേറ്റ് വെച്ചിരിക്കുകയായിരുന്നു. പഴുത്തിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ വാഴക്കൊല പഴുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് പഴുക്കുന്ന കായ അതനുസരിച്ച് മുറിച്ച് നമ്മൾ പടലയിൽ നിന്ന് ഇളക്കി നമ്മൾ തിന്നാറുണ്ടല്ലേ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല, ഒരു വെറൈറ്റിയാണ്. ഞങ്ങളുടെ പൂർവികരൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇങ്ങനെയാണ്. ഞങ്ങൾ വാഴക്കൊല ഇങ്ങനെ വെട്ടി അത് സെപ്പറേറ്റാക്കി പെടലായിട്ട് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കും. വെച്ച ശേഷം അത് പഴുത്ത് കഴിയുമ്പോൾ ഒരാൾക്കായിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം. അത് എല്ലാവർക്കും വേണ്ടി മുറിച്ച് ഓരോ പടലയിൽ നിന്നും ഓരോ പഴുത്ത പഴം ഇങ്ങനെ ഇരിഞ്ഞെടുത്ത് സെപ്പറേറ്റ് എത്ര പേരുണ്ട്, ഞങ്ങൾ 6 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം, 2 വീട്ടിലായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള തുല്യമായിട്ട് സൈസ് അനുസരിച്ച് ഞങ്ങളങ്ങനെ ഒരുക്കി എണ്ണി സൈസ് അനുസരിച്ച് ഞങ്ങൾ വെക്കും. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് ഇത്. ആദ്യം ആർക്കും ചെയ്യാം. ചെയ്യുന്നവർക്ക് ഉള്ള അവരാണിത് ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ തന്നെ അത് എല്ലാം ക്ലിയറായിട്ട് എണ്ണി കറക്റ്റ് ചെയ്യണം. ആരും അങ്ങോട്ട് വരില്ല, ആരും അങ്ങനെ നോക്കി നിൽക്കില്ല. ആ ആടെയാണ്. ഇതിന് ശേഷം ഡാമേജ് വരുന്ന പഴമുണ്ടോ, ചിലപ്പം കത്തി കൊണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡാമേജ് വരുന്ന പഴം ഇതിനകത്ത് വെക്കില്ല. അത് ആരാണോ എടുക്കുന്നത് ആ ആൾക്കുള്ളതാണ്. ആ ആൾക്ക് സ്വന്തമായിട്ട് കഴിക്കാം. ആരും ചോദിക്കാനും വരില്ല. ആ ആൾക്ക് അത് എത്ര ഉണ്ടായാലും അത് ആ ആൾക്കുള്ളതാണ്. ആ ആൾ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇനി എടുത്ത് വെച്ചൊരു പഴം അത് ചിലപ്പോൾ 10 ആവാം, 12 ആവാം, ചിലപ്പോൾ 6 ആവാം. അത് എത്ര തന്നാലും അത് ആ ആൾക്കുള്ളതാണ്. കൊടുക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഉള്ളതാണ്. അത് മറ്റൊരാൾ ചോദിക്കത്തില്ല. അത് നമ്മൾ മാറ്റി ഓരോരുത്തരുടെ കൈകളിൽ കൊടുക്കും. അവിടെ കുഞ്ഞ് കുഴിച്ച് കൊടുക്കുക. അത് അവർ സ്വന്തമായിട്ട് അവരവരുടെ കൊടുത്ത പഴം അത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യസ്തമായ രീതിയാണ് ഞങ്ങളിവിടെ വീട്ടിൽ വാഴക്കൊല പഴുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പം അതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരും അത് ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ട്. ഞങ്ങളപ്പം അങ്ങനെ എടുത്ത ശേഷം അത് അവരവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ, എത്ര വലിയ വാഴക്കൊലയാണെങ്കിൽ തന്നെയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഫിനിഷ് ചെയ്യും. അത് പടലയിൽ നിന്ന് എടുത്ത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് കാണാം എല്ലാവർക്കും കൊടുക്കുക. അല്ലാതെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഓരോ ദിവസം മുറിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.